ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഫെഡ്മൊബൈലിൻ്റെ ഏറ്റവും പുതിയ വെർഷനായ 7.0 ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പുതിയ അപ്ഡേറ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു, അപ്ഡേറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പുതിയ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് പുതിയ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഓപ്ഷൻ ടു ഡൗൺലോഡ് ഡെപ്പോസിറ്റ് അഡ്വൈസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ബ്രാഞ്ചുകളിലൊന്നും പോകാതെ തന്നെ ഫെഡ്മൊബൈൽ വഴി നിങ്ങളുടെ ഡെപ്പോസിറ്റിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ഏറ്റവും മികച്ച ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മളിടുന്ന ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രാഞ്ചിൽ പോയി മാനുവലായിട്ട് റിക്വസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ക്ലിക്കിൽ നമുക്ക് ഫെഡ്മൊബൈൽ വഴി ഇത് ഓപ്പൺ ചെയ്യാം. ഇത് എവിടെയാണ് ലഭ്യമാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫെഡ്മൊബൈലിൽ പോവുക, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ മൈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൻ്റെ താഴെയായിട്ട് ഡെപ്പോസിറ്റ്സ് എന്നുള്ളത് കാണാം. ആ ഡെപ്പോസിറ്റ്സിൽ നിങ്ങളുടെ ഏത് ഡെപ്പോസിറ്റ് ആണോ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഡെപ്പോസിറ്റ് അഡ്വൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഡൗൺലോഡ് ആവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 4 ലെറ്ററും പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൽ DDMM എന്നുള്ള ഓപ്ഷനുമാണ് പാസ്വേഡായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിനൊക്കെ പാസ്വേഡായിട്ട് വരുന്നത്. സെയിം ഫോർമാറ്റ് തന്നെയാണ് അവർ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെഡ്മൊബൈൽ വഴി ഡെപ്പോസിറ്റ് അഡ്വൈസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ മറ്റൊരു ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ പേജിൽ പോയിട്ട് റെക്കറിംഗ് ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമ്മറിയിൽ നമുക്ക് അടുത്ത റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഡ്യൂ ഡേറ്റ് എന്താണെന്നും എത്ര എമൗണ്ട് ആണ് പിടിക്കുന്നതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ചേഞ്ച് വന്നിരിക്കുന്നത് ഈ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. ഇന്ന് ഡെപ്പോസിറ്റ് റെസിപ്റ്റിൽ നമുക്ക് നോമിനിയുടെ പേരും കൂടി പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുമ്പ് ഡെപ്പോസിറ്റ് റെസിപ്റ്റിൽ നമുക്ക് നോമിനിയുടെ പേര് രജിസ്റ്റേർഡ് എന്ന് മാത്രമേ വെക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നോമിനിയുടെ പേര് പ്രിന്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചേഞ്ച് അവരുടെ ഡെപ്പോസിറ്റ് ഓപ്പണിംഗ് പേജിൽ വന്നിട്ടുണ്ട്. പുതിയതായിട്ടൊരു ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോമിനേഷൻ ഡീറ്റെയിൽസിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചെറിയൊരു ചെക്ക് ബോക്സ് പുതിയതായിട്ട് കാണാൻ പറ്റും. ഇൻക്ലൂഡ് നോമിനി നെയിം ഓൺ ഡെപ്പോസിറ്റ് അഡ്വൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ റെസിപ്റ്റിൽ നിങ്ങളുടെ നോമിനിയുടെ പേരും കാണാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സിസ്റ്റിംഗ് ആയിട്ട്, അതായത് ഓൾറെഡി നിങ്ങൾ ഓപ്പൺ ചെയ്ത ഡെപ്പോസിറ്റിൽ നോമിനിയുടെ പേര് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നിലവിൽ ലഭ്യമല്ല. അതിന് നിങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് തന്നെ ചെയ്യേണ്ടതാണെന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തൊരു പുതിയ ഫീച്ചർ വന്നിരിക്കുന്നത് ഡെപ്പോസിറ്റ് റിലേറ്റഡ് തന്നെയാണ്. നമ്മൾ മുമ്പ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ സമ്മറി എന്നുള്ള പേജിൽ എത്തുമ്പോൾ നമുക്ക് എത്ര എമൗണ്ടാണ് ആക്ച്വലായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു 1000 രൂപയുടെ ഡെപ്പോസിറ്റ് ഇട്ടു, അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1000 രൂപ തന്നെ ആവണം അക്കൗണ്ടിൽ വരണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ TDS വരാം, അതുപോലെ തന്നെ നമ്മൾ പ്രീ ക്ലോഷർ ചെയ്യുകയാണെങ്കിൽ ചാർജസ് വരാം. ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് എത്ര രൂപയാണ് ആക്ച്വലായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരിക എന്നുള്ളത് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മളുടെ ഡെപ്പോസിറ്റ് ക്ലോഷർ പ്രിവ്യൂ എന്ന് പറയുന്ന മെനുവിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഒരു ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്ത് പിന്നെ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ച് അതിൻ്റെ ലാസ്റ്റ് MPIN പേജിന് മുന്നായിട്ടൊരു സമ്മറി പേജ് വരുന്നുണ്ട്. ആ പേജിൽ ക്ലോഷർ പ്രൊസീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കാണിക്കും. ആ ഒരു എമൗണ്ട് ആയിരിക്കും ആക്ച്വലായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. നമുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര എമൗണ്ട് ആക്ച്വലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ളത്. അത് നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് അടുത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി പുതിയതായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഫാസ്ടാഗ് ഓൺ ബോർഡിങ് തിരിച്ചു കൊണ്ടുവന്നുള്ളതാണ്. അതായത് മുമ്പത്തെ ഫെഡ്മൊബൈലിൽ നമുക്ക് ഫാസ്ടാഗിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട്. നമുക്ക് ആ ഒരു ഫീച്ചർ എന്തോ കാരണം കൊണ്ട് അവർ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് മൊബൈൽ പ്രീപെയ്ഡ് കാറ്റഗറി അണ്ടർ BBPS എന്നുള്ളതാണ്. പേ ബിൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്കിനി മുതൽ മൊബൈൽ പ്രീപെയ്ഡ് മൊബൈൽ ഫോണിൻ്റെ റീചാർജും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നിലവിൽ പോസ്റ്റ് പെയ്ഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പ്രീപെയ്ഡ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ. ആദ്യഘട്ടത്തിൽ BSNL MTNL മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള എല്ലാ കമ്പനികളുടെ പ്ലാനുകളും അവൈലബിൾ ആയിരിക്കുമെന്നാണ് ബാങ്കിൽ നിന്ന് അറിയാൻ പറ്റിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു ചേഞ്ച് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന റെസീപ്റ്റ്സിലാണ്. അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ്റെ സക്സസ്ഫുൾ പേജ് വരുമല്ലോ, അതൊരു സിമ്പിൾ പേജായിരുന്നു മുമ്പ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതൊന്നും അവർ കളർഫുള്ളൊക്കെ ആക്കിയിട്ടുണ്ട്, സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, ബോക്സ് സ്റ്റൈലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും പുതിയൊരു പേജ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സക്സസ്, ഫെയിലിയർ, പെൻഡിങ് ട്രാൻസാക്ഷൻ, സ്ക്രീൻസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു കളർ കോമ്പിനേഷനൊക്കെ കൊടുത്ത് ബോക്സ് സ്റ്റൈലിൽ വളരെ നീറ്റായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി എളുപ്പമാണ് പണ്ടത്തേനെക്കാട്ടും. എങ്ങനെയാണ്, ഇവിടുന്നാണ് ആർക്കാണ് അയച്ചിരിക്കുന്നത്, ഡെബിറ്റഡ് എവിടുന്നാണ്,
ട്രാൻസാക്ഷൻ ഐ ഡി, റെഫറൻസ് ഐ ഡി, എമൗണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ വളരെ അലൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ വളരെ ഈസി ആയിട്ട് നമുക്കിത് മനസ്സിലാവുന്നതാണ് പല കാര്യങ്ങളും ഈ ഒരു ട്രാൻസാക്ഷൻ റെസിപ്റ്റ്സിൽ നോക്കുന്ന സമയത്ത്. സോ അതും പുതുതായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു ചേഞ്ചാണ്. സോ ഇതൊക്കെയാണ് മേജറായിട്ട് വന്നിരിക്കുന്ന ഫെഡ്മൊബൈൽ 7.0 ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ ഫെഡ്മൊബൈലിൻ്റെ പുതിയ വെർഷൻ നിങ്ങളെല്ലാവരും അപ്ഡേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നുള്ളത് ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.